ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അനൂസ് കിച്ചൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ രാവിലെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവിലുള്ള സന്തോഷ് ചേട്ടൻ്റെ തട്ടുകടയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ദോശയും പല ടൈപ്പ് ചമ്മന്തികൾ അല്ലെങ്കിൽ പല തരം കറികളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് വട്ടിയൂർക്കാവ് പേരൂർക്കട റോഡിൽ ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ മതി. കാവല്ലൂർ ദേവീക്ഷേത്രത്തിന് അടുത്തായിട്ടാണ്. ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ ഒന്ന് ചുറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും അവിടെ എത്തിയിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ 10 മണിയായി. ഗൂഗിൾ മാപ്പ് കുറച്ചൊന്ന് കറക്കിയതുകൊണ്ട് ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എത്തിയത്. പിന്നെ ഞായറാഴ്ച അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ നല്ലപോലെ ആളുണ്ട്. അപ്പോൾ കറികളൊക്കെ ഏകദേശം കഴിയാറായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ദോശയും ഇഡ്ഡലിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. രാവിലെ ഇവിടെ ദോശയും ഇഡ്ഡലിയും പിന്നെ ചില ദിവസങ്ങളിൽ ഇടിയപ്പം ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കറികളെല്ലാം നമുക്ക് എടുക്കാൻ പാകത്തിന് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ പല ടൈപ്പ് ചമ്മന്തികൾ കൂടാതെ അവിയലും തോരനും അച്ചാറും ഒക്കെ ഉണ്ട്. ഇത് ഗ്രീൻ പീസും കടലയും കൂടി ഇട്ടൊരു തോരനായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഓരോ ദിവസം മാറി മാറിയിരിക്കും. വെള്ളച്ചമ്മന്തി, പിന്നെ സാമ്പാർ, അച്ചാറ്, മാങ്ങാ അച്ചാറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചോറിനൊക്കെ കഴിക്കുന്ന ഇടിച്ചമ്മന്തിയില്ലേ, അതുണ്ട്. പിന്നെ അങ്ങോട്ട് ബാക്കിയെല്ലാം പല ടൈപ്പ് ചമ്മന്തികളാണ്. അത് ഓരോ ദിവസം മാറി മാറി വരും. ചില ദിവസങ്ങളിൽ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഉള്ള ചമ്മന്തി, അങ്ങനെ വെറൈറ്റി ആയിട്ട് ഓരോ ദിവസം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഉള്ളിയും മുളകും ഇടിച്ചത്, ഓരോ ചമ്മന്തി എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്തായാലും കുറേ ഉണ്ടായിരുന്നു, ഒരു 6-7 ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് രസവട, ഉള്ളിവട ഒക്കെ മേടിക്കാം. ഉള്ളിവട ഇവിടുത്തെ ഒരു സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളത് രണ്ടും മേടിച്ചു. ഈ കറികളൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പൈസ കൊടുക്കണ്ട, എക്സ്ട്രാ ക്യാഷ് അല്ല. എല്ലാം ഒരേ റേറ്റ് തന്നെയാണ്. പക്ഷെ അല്ലാതെ നമ്മൾ ഈ ഉള്ളിവടയും രസവടയും പിന്നെ ഓംലെറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. ഈ ദോശയും ഇത്ര കറികളും ഓംലെറ്റും എല്ലാം എടുത്തു കഴിയുമ്പോൾ തന്നെ പ്ലേറ്റ് നിറയും കേട്ടോ. പക്ഷെ ഫുഡ് നല്ലതായിരുന്നു, നല്ല രുചിയായിരുന്നു. നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയായിരുന്നു കേട്ടോ. പിന്നെ പല ടൈപ്പ് ചമ്മന്തി, കുറച്ച് പുളിയുള്ള ചമ്മന്തിയൊക്കെ ഉണ്ട്. പിന്നെ അച്ചാറും ഉള്ളി മുളക് ചതച്ചതുണ്ടല്ലോ, അതൊക്കെ കൂട്ടി ദോശ കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു. രസവട എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, വിചാരിച്ചൊരു ടേസ്റ്റ് തോന്നിയില്ല. പക്ഷെ ഉള്ളിവടയായിരുന്നു ഏറ്റവും സൂപ്പർ. ഇത് നമ്മുടെ ട്രിവാൻഡ്രം കൊല്ലം സൈഡിലൊക്കെ കിട്ടുന്ന ഉള്ളിവടയാണ്. കടലമാവ് വെച്ചുള്ളതല്ല, മൈദ ചേർത്തിട്ടുള്ള ഉള്ളിവട. ഇവിടെ തട്ടുകടകളിലും ചായക്കടകളിലും ഒക്കെ ഈ ഉള്ളിവടയാണ് കിട്ടുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലതായിരുന്നു. അധികം ഒത്തിരി ഓയിലി ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ എക്സ്ട്രാ പറഞ്ഞ ഓംലെറ്റും വടയും എല്ലാം കൂടി ചേർത്തിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 120 രൂപയാണ് കേട്ടോ ആയത്. അപ്പോൾ ഇതാണ് സന്തോഷ് ചേട്ടൻ്റെ തട്ടുകടയിലെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ. നല്ലൊരു നാടൻ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറയാം. ട്രിവാൻഡ്രം വട്ടിയൂർക്കാവിൽ കാവല്ലൂർ ദേവീക്ഷേത്രത്തിന് അടുത്തായിട്ട്. രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ, വൈകിട്ട് 6 മണി തൊട്ട് 9 മണി വരെ. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.